ഹായ് സുന്ദരീസ്. അപ്പം പണ്ട് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പൃഥ്വിരാജ് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു കാര്യം മിനിമം ഒരു 6 മാസം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ഹാബിറ്റായി മാറും. പിന്നെ നമുക്ക് ആ കാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് ഒരു 6 മാസം കണ്ടിന്യൂസ്ലി പോകാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറും. പിന്നെ വലിയ ബുദ്ധിമുട്ടാവില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാട്ടോ. എനിക്കും അത് തോന്നിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് പറയണം. അപ്പോൾ ഇന്ന് എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ കോട്ട് സെറ്റ് എന്ത് അടിപൊളിയല്ലേ. ഞാൻ എന്തായാലും ലിങ്ക് ഇവിടെ ഇടാം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ദേ ഒരു അടിപൊളി ഷേക്ക് ഉണ്ടാക്കാൻ പോകണം. ഈ മാങ്ങ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കാത്തു സൂക്ഷിച്ച് വെച്ചതായിരുന്നു. പക്ഷെ മുറിച്ചപ്പോൾ ഫുൾ പുഴു, ഇങ്ങനെ തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു ആയിരുന്നു മൊത്തം. പക്ഷേ ഒരു 20 എണ്ണം നുറുക്കിയാൽ ഒരു 10 എണ്ണം ശരിക്കുള്ള അടിപൊളിയായിട്ടുള്ളത് കിട്ടിയിട്ടോ. അതിൽ ഞാൻ ഇളനീരും അതേപോലെ ഇളനീരിന്റെ വെള്ളവും അതേപോലെ പാലും ആഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇമ്മക്കുട്ടിക്ക് ഞാൻ അതിൽ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഷേക്ക് കേട്ടോ. പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇത് നമ്മുടെ തൃശ്ശൂരുള്ള പാർക്ക് ഉണ്ടല്ലോ, അവിടെയുള്ള ലൈബ്രറിയാണ്. ഇവിടെ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ മുക്കുട്ടി അവിടെ നിന്നാണ് എപ്പോഴും ബുക്ക് എടുക്കാറുള്ളത്. അതൊരു നല്ല ലൈബ്രറിയാണ് കേട്ടോ. തിരിച്ചെത്തിയപ്പോൾ കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. രാത്രി പാതിരാത്രി ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഡിന്നറൊക്കെ കഴിച്ച് മൂവി നൈറ്റൊക്കെ ആയി അങ്ങനെ അടിപൊളിയായിരുന്നു.